ഹലോ ഗൈസ്, അനാമിക പറഞ്ഞല്ലോ രാത്രി സമയത്ത് അവൾ ഉറക്കി കെടുത്തിട്ട് അനിയും നന്ദുവും സംസാരിക്കുകയാണെന്ന്. അതിലെന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ജാനകി അനി ബാത്റൂമിൽ പോയ സമയത്ത് അനിയുടെ ഫോൺ എടുത്ത് ചെക്ക് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് അനാമികയുടെ കാമുകനും പാർക്കിൽ കൊഞ്ചി കൊഴിയുന്ന ആ ഒരു വീഡിയോ കാണുകയാണ്. ഏതോ ഒരു പയ്യന്റെ മടിയിൽ തലവെച്ച് കിടക്കുന്നതും അതുമാത്രമല്ല റൊമാൻസ് ആയി ക്ലോസ് ആയി സംസാരിക്കുന്ന വീഡിയോ ആണ് ഇപ്പൊ ജാനകി കണ്ടോണ്ടിരിക്കുന്നത്. അത് കണ്ടിട്ട് ആകെ അങ്ങ് ഞെട്ടിപ്പോവാണ് ജാനകി. ഓക്കെ, എന്തായാലും നമുക്ക് ഈ ഒരു എപ്പിസോഡിലോട്ട് കടക്കാം. ആദ്യം തന്നെ കാണിക്കുന്നത് അനിയാണ്. അനി എന്തോ നഷ്ടപ്പെട്ടതുപോലെ മൂകതയിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് കേട്ടോ. എന്നാൽ ഇത് കണ്ടുകൊണ്ട് ജാനകി അങ്ങോട്ട് വരുന്നുണ്ട്. ഓ, ഇവൻ ആരാലോചിച്ചാ ഇങ്ങനെ ഇരിക്കുന്നത്? ആ പെണ്ണിനെ തന്നെ ആയിരിക്കും. ഇവിടുന്ന് പോയാലും അവളെന്റെ മകന് സ്വസ്ഥത കൊടുക്കില്ലെന്നാ തോന്നുന്നത്. അതിനെങ്ങനെയാ പാതിരാത്രി വരെ അവള് വിളിച്ച് കൊഞ്ചിക്കൊഴിയല്ലേ? അവളെ മാത്രം കുറ്റം പറയണ്ട. ഇവനെന്താ കുറവ്? അങ്ങനെ വിട്ടുകൊടുക്കാൻ പറ്റില്ല. അനി, ഇത് എന്തൊരു ഇരിപ്പാടാ? എന്താ എന്തുപറ്റിയമ്മേ? അല്ല, നീ ഇന്നലെ മുതലേ ഒരേ ഇരിപ്പാണല്ലോ. ഒരു പേപ്പറും പെന്നും കയ്യിൽ പിടിച്ചിങ്ങനെ ഇരുന്നോളൂ. ദേ, നിന്റെ കവിത എഴുത്ത അസുഖം നിനക്ക് വീണ്ടും തുടങ്ങിയോ? എന്താ അമ്മേ, ഞാൻ ഇവിടെ സ്വസ്ഥതയോടെ ഇരിക്കുന്നെന്ന് കരുതിയിട്ട് അമ്മയ്ക്ക് എന്താ കുഴപ്പം? അനി മോനെ, അമ്മ പറയുന്നത് കേൾക്ക്. നീ ഇപ്പൊ ഒരാളല്ല, നിന്റെ കൂടെ നിന്റെ ഭാര്യയും കൂടി ഇല്ലേ? നിങ്ങളിപ്പോ രണ്ടാളാണ്. ഇനിയിപ്പോ ഒരു കുടുംബമൊക്കെ വരുന്ന സമയത്ത് നീ ഇങ്ങനെ കവിത എഴുതി ഇരിക്കാൻ പറ്റുമോ? അമ്മയ്ക്ക് ഇതല്ലാതെ വേറൊന്നും പറയാനില്ലേ? മോനെ, ഞാൻ ഇതല്ലാതെ നിന്നോട് വേറെ എന്താ പറയേണ്ടത്? അനി മോനെ, നിന്നെ ആദർശ് 2-3 ബ്രാഞ്ച് ഏൽപ്പിച്ചതല്ലേ? എന്നിട്ട് നീയോ ആ പരിസരത്തേക്ക് പോലും പോകുന്നില്ലെന്നാ ആദർശ മുത്തശ്ശനോട് പരാതി പറഞ്ഞത്. അതിലെന്താ അമ്മ തെറ്റ്? എനിക്ക് ബ്രാഞ്ചും കാര്യമൊന്നും നോക്കി നടത്താനുള്ള താല്പര്യമില്ല. പിന്നെ ഈ കണ്ട ബ്രാഞ്ചുകളൊക്കെ ഒരാൾ തന്നെ നോക്കി നടത്തണോ? ദേ, നിന്റെ അച്ഛനോ വല്യച്ഛനോ ആ ബ്രാഞ്ച് ഒന്നും നോക്കി നടത്താൻ പോകുന്നില്ല. അവർക്ക് അവിടെ സ്റ്റാഫായി തന്നെ വേറെ ജോലിയുണ്ട്. പിന്നെ അവിടുത്തെ കാര്യങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്നത് ആദർശിനെ അബിയും നിന്നെയൊക്കെയാണ്. അബിയുടെ സ്വഭാവ ദൂഷ്യം കൊണ്ടാ അവൻ ഇപ്പൊ വെറും സ്റ്റാഫായത്. നിനക്കും അതുപോലെ ആവണോ? മിക്കവാറും നീയും അതുപോലെ ആകും. പിന്നെ ആദർശുണ്ടല്ലോ, അവൻ അവന്റെ മനസ്സിൽ വിചാരിച്ച പോലെ കാര്യങ്ങൾ വരും. അവനെ ഒറ്റ ലക്ഷ്യമുള്ളൂ, ഇത് മുഴുവൻ സ്വന്തമാക്കണം. അങ്ങനെ അവൻ ഒറ്റയ്ക്ക് വിട്ടുകൊടുക്കരുത്. അമ്മ എന്തൊക്കെയാ അമ്മ ഈ പറയുന്നത്? എന്റെ അമ്മ തന്നെയാണ് ഇങ്ങനെ സംസാരിക്കുന്നത്. ഒരിക്കലും എന്റെ അമ്മ ഇങ്ങനെയല്ല. ആദർശേട്ടൻ എങ്ങനെയാണെന്നുള്ളത് അമ്മയ്ക്ക് എന്നേക്കാൾ കൂടുതൽ അറിയാം. എന്നേക്കാൾ കൂടുതൽ അമ്മയ്ക്ക് ഇഷ്ടം ആദർശേട്ടനില്ലായിരുന്നു. എന്നിട്ടിപ്പോ ആദർശേട്ടനെ അമ്മ എന്താ ഇങ്ങനെയൊക്കെ കാണുന്നത്? കാണേണ്ട സാഹചര്യം അവന്റെ ഭാര്യ വീട്ടുകാരുണ്ടാക്കിയതാ. പിന്നെ അവന്റെ അമ്മ 2 തോണിയിലും കാലിട്ട് കളിക്കുക. എന്നെങ്കിലും ഒരു ദിവസം പിടിക്കപ്പെടും. എന്തായാലും അവരാര് വിചാരിച്ചാലും എന്റെ മരുമകൾ അനാമികയെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ പറ്റില്ല. അതീ ജാനകി ഉറപ്പിച്ച കാര്യ. അങ്ങനെ മറ്റവളെ വല്ലതും കൊണ്ടുവരാൻ നിനക്ക് ഉദ്ദേശം ഉണ്ടെന്നെനിക്ക്. പിന്നെ ഈ അമ്മയെ നീ മറന്നേക്കണം. അപ്പൊ അനി പറയുന്നുണ്ട്, എന്നാ പിന്നെ എനിക്കും വാശിയുണ്ട്. ഇനിയുള്ള കാലം അനാമികയുടെ കൂടെ ഞാൻ ജീവിക്കുകയാണെന്നുണ്ടെങ്കിലേ എന്റെ ഗതി അതോ ഗതിയാ. എന്റെ ജീവിതം വെറും കറിവേപ്പില പോലെ ആയിപ്പോവും. അതൊക്കെ അമ്മ കണ്ട് രസിക്ക്. ഇപ്പൊ തന്നെ ഒരുവിധം എന്റെ ജീവിതം അതുപോലെ ആയില്ലേ? അമ്മയ്ക്ക് സന്തോഷമായല്ലോ. അമ്മയും പിന്നെ ഈ വീട്ടിലുള്ള ബാക്കി എല്ലാവരും കൂടി ചേർന്നല്ലേ അവളെ എന്റെ തലയിൽ കെട്ടിവെച്ചത്. ഇപ്പൊ എല്ലാവർക്കും സമാധാനമായല്ലോ. അന്നേ ഞാൻ പറഞ്ഞതാ എനിക്ക് ഈ വിവാഹം വേണ്ടാന്ന്. അപ്പൊ നിങ്ങൾക്കൊക്കെ വാശി. എന്റെ ജീവിതം വെച്ച് നിങ്ങളൊക്കെ വാശി കളിച്ചതല്ലേ? അപ്പൊ പിന്നെ നിങ്ങൾ തന്നെ അനുഭവിക്കും ഇതൊക്കെ കണ്ടിട്ട്. അനാമിക മോൾ എന്റെ മരുമകളാ. അവൾ ഒരിക്കലും തെറ്റായ വഴിയിലൂടെ പോവില്ല. ഇങ്ങോട്ട് നോക്കി, എനിക്ക് നിന്നോട് ഒരു കാര്യം ചോദിക്കാനുണ്ട്. പാതിരാത്രി നീ ഉറക്കാണിക്കുന്നുണ്ടോ? അതിനെനിക്ക് ഉറക്കം കിട്ടിയിട്ട് തന്നെ എത്ര ദിവസമായി? എന്റെ കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ എനിക്ക് മര്യാദയ്ക്ക് ഉറങ്ങാൻ പോലും പറ്റിയിട്ടില്ല. അതെന്തുകൊണ്ടാണെന്ന് ഞാൻ അറിഞ്ഞു. പാതിരാത്രി അനാമികമോളെ ഉറക്കിക്കെടുത്തി നീയും നന്ദവും മോളെ കബളിപ്പിച്ച് മാറി എന്ന് സംസാരിക്കില്ലേ? ഇത്രയും വൃത്തിയായിട്ട് പ്രവൃത്തികളൊക്കെ ചെയ്യുന്ന നിന്നോട് മോള് പിന്നെ എങ്ങനെ സഹകരിക്കണം? എന്ത്? അമ്മ ഇപ്പൊ എന്താ പറഞ്ഞത്? പാതിരാത്രി ഞാൻ നന്ദുവിനോട് സംസാരിക്കുന്നെന്നോ? അമ്മേ, ഞാൻ ചിലപ്പോ അങ്ങനെ ചെയ്തെന്നിരിക്കും. പക്ഷെ ഞാൻ അവളെ വിളിച്ചാൽ പോലും അവളെ നിങ്ങളെയൊക്കെ മനസ്സിൽ കണ്ടുകൊണ്ട് എന്റെ ഫോൺ ഒരിക്കലും എടുക്കില്ല. അവക്കതിന് പറ്റില്ല. ഇനി എടുത്താൽ തന്നെ എന്നെ ഉപദേശിച്ച് ആ ഫോൺ അവള് കട്ട് ചെയ്യത്തേ ഉള്ളൂ. അവളെ ഞാൻ കാണിച്ചു കൊടുക്കാം. ആവശ്യമില്ലാത്ത കള്ളത്തരങ്ങൾ പറഞ്ഞ് ദിവസം കൂടുന്തോറും അമ്മ എന്നിൽ നിന്ന് അകറ്റാൻ നോക്കുക. അപ്പോഴാണ് അനാമിക അങ്ങോട്ട് വരുന്നത് കേട്ടോ. അനാമികയെ കണ്ട പാടത്താൻ അനി ദേഷ്യം പിടിച്ച് ചെല്ലുന്നുണ്ട്. എടി, നിനക്ക് എന്തിനു കേടാ? നിനക്ക് ഞാൻ വല്ല ഉപദ്രവം ചെയ്യുന്നുണ്ടോ? ഉണ്ടോന്ന്? നീ ചെയ്യുന്ന ആഭാസമൊക്കെ കണ്ടില്ലെന്ന് അടിക്കുന്നതാണോടി ഞാൻ ചെയ്ത് ഇത്രയും വലിയ തെറ്റ്? നിനക്കിതൊക്കെ പറയാമെങ്കിൽ എനിക്കും പലതും പറയാനുണ്ട്. ഞാനതിനെന്താ പറഞ്ഞത്? എന്താന്ന് എനിക്കറിയില്ലേ? ഞാൻ എന്നടി പാതിരാത്രി സമയത്ത് നിന്നെ ഉറക്കി കെടുത്തി നന്ദുവിന് ഫോൺ വിളിച്ചത്? പറയടി. പറഞ്ഞിട്ട് നീ ഇവിടുന്ന് പോയാ മതി. അത് അനി, നീ മാറി നിൽക്ക്. മോള് പൊക്കോ. അമ്മേ, ഇവൾ പേരും കളി എന്റെ മോളല്ല, ആ നന്ദുവാ. ആരൊക്കെ പറഞ്ഞ് ഉപദേശിച്ചിട്ടും അവളുടെ കണ്ണ് ഇവിടുത്തെ സ്വത്തിലാ. അതുകൊണ്ട് അവള് നിന്നെ പിടിവിടാത്തത്. എന്നാ എന്റെ പുന്നാര മോൻക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവില്ല. മോള് വാ. ഇതും പറഞ്ഞ് അനാമികയെ കൂട്ടിക്കൊണ്ട് അവിടുന്ന് പോകുന്നുണ്ട് കേട്ടോ. ഓക്കെ, പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുന്നത് അനി കുളിക്കാൻ പോകുന്നതാണ്. ആ സമയത്ത് അനിക്കൊരു ഫോണ് വരുന്നുണ്ട് കേട്ടോ. അനി പെട്ടെന്ന് തന്നെ ആ ഫോൺ എടുക്കുന്നുണ്ട്. ഹലോ അനി, നീ എവിടാടാ? അനിയുടെ കൂട്ടുകാരനാട്ടോ ആ വിളിക്കുന്നത്. അപ്പൊ അനി പറയുന്നുണ്ട്, ഞാൻ വീട്ടിലുണ്ടടാ. അല്ല, നീ ഇപ്പൊ വീട്ടിൽ തന്നെയാണോ? പുറത്തോട്ടൊന്നും ഇറങ്ങുന്നില്ലേ? അത് പിന്നെ ഞാൻ കുളിക്കാൻ നിൽക്കുമായിരുന്നു. എങ്കിൽ പിന്നെ നീ ഫ്രഷ് ആയിട്ടേ നമ്മൾ സ്ഥിരം കൂടാറിലോടത്തേക്ക് വാ. അല്ല, എന്തിനാടാ? അതൊക്കെ നിനക്ക് സർപ്രൈസാ. നീ വരുന്നുണ്ടെങ്കിൽ വാ. എന്നാലും എന്താ പറ?
അതൊക്കെ പറയാനേ, നീ പെട്ടെന്ന് വാ. ദേ ചുമ്മാതെ നിങ്ങൾ കളിക്കാത്ത കാര്യം പറഞ്ഞേ, എങ്കിലേ ഞാൻ വരൂ. ഞാനിപ്പോൾ എങ്ങോട്ടും വരാൻ പറ്റിയ മൂഡിലല്ല. എന്നാ പിന്നെ ഞങ്ങൾ പറയാം. ഞങ്ങളെല്ലാരും കൂടി ചേർന്നേ നന്ദുവിനൊന്ന് വീഡിയോ കോൾ വിളിക്കുന്നുണ്ട്. നിനക്ക് വരാൻ പറ്റുമെങ്കിൽ പോര്. എന്ത്, നന്ദുവിന് വീഡിയോ കോൾ വിളിക്കുന്നുണ്ടെന്നോ? എന്നാ പിന്നെ ഞാൻ വരാം. ഹോ, ഇവന് വീഡിയോ കോൾ വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ വെപ്രാളം കണ്ടോ? എടാ നിങ്ങൾ വിളിക്കില്ലേ, ഞാൻ പെട്ടെന്ന് അവിടെ എത്താം. ശരി ശരി ഇതും പറഞ്ഞ് അങ്ങനെ അവര് ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നാൽ ഈ ഫോൺ വിളിക്കുന്നത് ശ്രദ്ധിക്കുന്നുണ്ട് ജാനകി. പക്ഷെ അനി എന്താ പറഞ്ഞെന്നുള്ളതൊന്നും ജാനകിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. അനിയുടെ മുഖത്തുള്ള സന്തോഷം കണ്ടിട്ട് ജാനകിക്ക് തോന്നാണ് ഇപ്പൊ വിളിച്ചത് നന്ദു ആണെന്നുള്ളത്. അപ്പൊ അതൊന്ന് കൺഫേം ചെയ്യണം. അത് മാത്രമല്ല ജാനകി ഇതിനെ മനസ്സിൽ കരുതുന്നുണ്ട്. ഇന്നലെ അനാമികമോള് പറഞ്ഞു, അനാമികമോൾ ഉറക്കിക്കെടുത്തിട്ട് ഇവനും അവൾ കൊഞ്ചി കൊഴിയാണെന്ന്. എന്റെ മോനെ അങ്ങനെ ചെയ്യില്ലെന്ന് എന്റെ വിശ്വാസം. എന്നാലും അത് സത്യാണോന്നറിയണം. അതുകൊണ്ട് ആ ഫോൺ ഒന്ന് ചെക്ക് ചെയ്യണം. ഇങ്ങനെ ജാനകി കരുതുമ്പോഴാണ് അനി ബാത്റൂമിലോട്ട് പോകുന്നത്. പെട്ടെന്ന് തന്നെ ജാനകി അനിയുടെ മുറിയിലോട്ട് കയറുകയാണ്. എന്നിട്ട് ആ ഫോൺ എടുക്കുന്നുണ്ട് കേട്ടോ. ഫസ്റ്റ് തന്നെ ഫോൺ സൈലന്റ് ആക്കാണ് ജാനകി. എന്നിട്ട് ആദ്യം കോൾ ലിസ്റ്റ് ആണ് ചെക്ക് ചെയ്യുന്നത്. കോൾ ലിസ്റ്റ് ചെക്ക് ചെയ്യുന്ന സമയത്ത് നന്ദുവിന് വിളിച്ചതായിട്ടൊന്നും കാണിക്കുന്നില്ല കേട്ടോ. അനി അങ്ങോട്ട് വിളിച്ചിട്ടുണ്ടെങ്കിലും നന്ദു അറ്റൻഡ് ചെയ്തതായിട്ട് ഒന്നും കാണിക്കുന്നില്ല. ഇവള് ഫോൺ എടുത്തതൊന്നും കാണിക്കുന്നില്ലല്ലോ. ഇനിയിപ്പോ അവൻ ഡിലീറ്റ് ചെയ്ത് കാണുമോ? എന്തോ ഇവൻ അധികവും അങ്ങോട്ടാ വിളിക്കുന്നതെന്നാ തോന്നുന്നത്. അപ്പോ ഇപ്പൊ വിളിച്ചതാരാ? ശരത്തോ? ഓ, ഇതൊക്കെ അവളുടെ കൂട്ടുകാരന്മാരായിരിക്കും. പാതിരാത്രി വിളിച്ചതായിട്ടൊന്നും കാണിക്കുന്നുമില്ല. പിന്നെ അനാമികമോൾ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? അവരുടെ വാട്സപ്പ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അങ്ങനെ ജാനകി വാട്സപ്പ് ചെക്ക് ചെയ്യുമ്പോൾ നന്ദുവിന് അനി അയച്ചിട്ടുള്ള മെസ്സേജ് ഒക്കെ കാണുകയാണ് കേട്ടോ. അപ്പൊ ജാനകി മനസ്സിൽ കരുതുന്നുണ്ട്, ഇത് അനിയാണല്ലോ അങ്ങോട്ട് മുഴുവൻ അയച്ചിരിക്കുന്നത്. അവള് കാര്യമായിട്ടൊന്നും ഇങ്ങോട്ട് അയക്കുന്നില്ല. ഇവനാ ശരിക്കും എല്ലാത്തിനും കാരണം. എന്നാലും ആ പെങ്കുച്ച് തിരിച്ച് മെസ്സേജ് അയക്കേണ്ട ആവശ്യമില്ലല്ലോ. രാത്രി വിളിക്കാൻ വേണ്ടിയിട്ടുള്ള അവന്റെ ഓരോ മെസ്സേജും അടവുകളും. ബാത്റൂമിൽ ഇറങ്ങി വരട്ടെ, കാണിച്ചു കൊടുത്താ ഞാൻ. ഓക്കെ, അതൊക്കെ കഴിഞ്ഞപ്പോ ജാനകി കരുതുന്നുണ്ട്, ഇനി ആ പെണ്ണിന്റെ ഫോട്ടോ വല്ലതും കാണോ ഫോണില്? അങ്ങനെയാണെങ്കിൽ അത് അതിൽ വെക്കാതെ ഡിലീറ്റ് ചെയ്യണം. ഇതും പറഞ്ഞ് ഗാലറിയാണ് ജാനകി എടുത്തു നോക്കുന്നത്. ഗാലറി എടുത്തു നോക്കുമ്പോ തന്നെ ആദ്യം ഒരു വീഡിയോ ആണ് കാണുന്നത്. അങ്ങനെ ആ വീഡിയോ ഒന്ന് പ്ലേ ചെയ്ത് നോക്കുന്നുണ്ട് ജാനകി. ഇതാരാ? ജാനകിക്ക് എത്ര നോക്കിയിട്ടും ആളെ കൃത്യമായിട്ട് മനസ്സിലാവുന്നില്ല കേട്ടോ. കാരണം അനാമിക അയാളുടെ മടിയിൽ കിടക്കാണ്. ആ സമയത്താണ് അനിയുടെ കൂട്ടുകാരൻ പറയുന്നത്, ഹനി നിന്റെ ഭാര്യ ആള് കൊള്ളാലോ. കുറച്ചെങ്കിലും ഉളുപ്പെന്ന് പറഞ്ഞ സാധനം ഉണ്ടായിരുന്നെങ്കിൽ അവൾ ആ പയ്യന്റെ മടിയിൽ തലവെച്ച് കിടക്കുവോ? നാണമില്ലാത്തവള്. നിലവിലൊരു ഭർത്താവുണ്ട്. എന്തിന്? പണത്തിന് വേണ്ടി അവൾ നിന്നെ കിട്ടിയതാ നീ. എന്നിട്ട് കാര്യം സാധിക്കാൻ വേണ്ടി മറ്റൊരു പയ്യന്റെ പിന്നാലെ കൂടിയേക്കുക. എന്നാൽ ഇതൊക്കെ ജാനകി കൃത്യമായിട്ട് കേൾക്കുകയാണ് കേട്ടോ. ഇത് അനാമിക മോളാണോ? എന്നാൽ കൃത്യസമയത്ത് അനാമിക തല പൊക്കി നോക്കുന്നുണ്ട് കേട്ടോ. അയ്യോ, ഇത് അനാമിക മോളല്ലേ? ഈശ്വര, ഞാൻ എന്തൊക്കെയാ കാണുന്നത്? ഇവൾ ആരുടെ മടിയിലെ തലവെച്ച് കിടക്കുന്നത്? എന്നിട്ട് ഈ വീഡിയോ അനി എനിക്കൊന്ന് കാണിച്ചു തന്നില്ലല്ലോ. ഇനിയിപ്പോ അനി ആ പെണ്ണിന്റെ പിന്നാലെ പോകുന്നത് കണ്ടിട്ടാണോ മോളി ഇതുപോലെ എന്തെങ്കിലും പ്രവൃത്തി ചെയ്തത്? എന്തൊക്കെയാ നടക്കുന്നത്? ഇത് വല്ലതും മുത്തശ്ശൻ അറിഞ്ഞു കഴിഞ്ഞാ നാട്ടുകാരെ അറിഞ്ഞാ എന്തൊക്കെ പറയും? അച്ഛന്റെ വില മുഴുവൻ നഷ്ടപ്പെടും. പിന്നെ ഞങ്ങൾക്കൊക്കെ പുറത്തിറങ്ങി നടക്കാൻ പറ്റുമോ? എന്തൊക്കെ ഈ പെണ്ണ് ചെയ്തു വെച്ചേക്കുന്നത്? അങ്ങനെ അനി പെട്ടെന്ന് തന്നെ ബാത്റൂമിൽ സന്തോഷത്തോടെ ഇറങ്ങുന്നത് കേട്ടോ. നന്ദുവിനെ കാണാലോ, അതാലോചിച്ചാണ് ഇറങ്ങുന്നത്. അപ്പൊ തന്നെ ഫോൺ എടുത്ത് നോക്കി മിഴിച്ചു നിൽക്കുന്ന ജാനകിയാണ് അനി കാണുന്നത്. അമ്മ എന്തിനാ എന്റെ ഫോൺ എടുത്ത് നോക്കുന്നത്? അധികം തന്നെ. അനി, ഇതെന്താ ഈ വീഡിയോയിൽ ഞാൻ കാണുന്നത്? ഇത് അനാമിക മോളാണോ? അത് അമ്മ ഈ വീഡിയോ കണ്ടോ? പിന്നെ കാണാതെ ഞാൻ എന്റെ ഫോൺ എടുത്ത് നോക്കുമ്പോ ആദ്യം കണ്ടത് ഈ വീഡിയോയാ. അത് അമ്മ, എന്താ ഇതിന്റെ വാസ്തവം? എനിക്കിപ്പോ അറിയണം. അവളുടെ വീട്ടിലേക്കൊന്നും പറഞ്ഞ് ഇവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഇതുപോലെ വേറെ വല്ല പയ്യന്മാരപ്പുറം കൊച്ചുകുഴിയാൻ ഇറങ്ങിയതാണോ? അറിയില്ല അമ്മേ, അവൾക്ക് ഇതുപോലുള്ള സ്വഭാവ ദൂഷ്യങ്ങളുണ്ട്. എന്റെ കൂട്ടുകാർ പല സമയത്തും അവളെ കാണാൻ പാടില്ലാത്ത സാഹചര്യത്തിൽ കണ്ടു എന്നൊക്കെ പറഞ്ഞ് എന്നെ വിളിച്ചിരുന്നു. പക്ഷെ ഞാനത് കാര്യമാക്കിയിരുന്നില്ല. പക്ഷെ ഇന്നലെ എന്റെ ഫ്രണ്ട്സ് കണ്ടുവെന്ന് പറഞ്ഞ് ലൈവായിട്ട് എനിക്ക് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് അവരെന്നെ വിളിച്ചു വരുത്തി. എന്നിട്ട് എനിക്ക് നേരിൽ കാണിച്ചു തന്നു അമ്മേ. അവരാണ് ഈ വീഡിയോ ഒക്കെ റെക്കോർഡ് ചെയ്തത്. എന്നിട്ട് നീ ഇത്രയൊക്കെ നടന്നിട്ടും എന്നോട് എന്താ പറയാതിരുന്നത്? ഞാൻ എന്ത് പറഞ്ഞാലും അമ്മ വിശ്വസിക്കില്ല. ഈ വീഡിയോ ഉണ്ടാകുമ്പോൾ ഞാൻ വിശ്വസിക്കാതിരിക്കുവോ? ഞാനിത് പറയേണ്ടടുത്ത് പറഞ്ഞിട്ടുണ്ട് ആദർശേട്ടനോട്. പക്ഷെ ആദർശേട്ടൻ അവളുടെ അച്ഛനോട് സംസാരിക്കാന്നാ പറഞ്ഞത്. ഇനി എന്തിനാ അവളുടെ അച്ഛനോട് സംസാരിക്കുന്നത്? എനിക്കിത് അവളോട് സംസാരിക്കണം. അവൾ എന്താ കരുതിയത്? ആനന്ദപുരിക്കാരെ പൊട്ടന്മാരാക്കാന്നോ? എനിക്കറിയണം. അങ്ങനെ അഴിഞ്ഞാടി നടക്കാനുള്ളതല്ല എന്റെ മകന്റെ ഭാര്യ. അമ്മേ, ഇതേ ചൊല്ലി എന്നെ പ്രശ്നമൊന്നും ഉണ്ടാക്കണ്ട. എന്താ ഉണ്ടാക്കിയാല്? അമ്മേ, മുത്തശ്ശൻ അറിയില്ലേ? മുത്തശ്ശൻ അത് താങ്ങാൻ പറ്റില്ല. പിന്നെ എന്ത് ചെയ്യും മോനെ? ദേ, അനാമിക മോളെ പറഞ്ഞു തിരുത്തണം. മോൾ ഈ വഴിക്കൊക്കെ സഞ്ചരിക്കുന്നത് നിന്നെ കണ്ടിട്ടാ. നീ ആ നന്ദുവിന്റെ കൂടെ അങ്ങനെയൊക്കെ നടന്നിട്ടാ മോൾ ഇതുപോലെയൊക്കെ ചെയ്യുന്നത്. ഇതാ ഞാൻ പറഞ്ഞത്, അമ്മയ്ക്ക് എന്നെ മനസ്സിലാക്കാൻ കഴിയില്ലെന്ന്. അവളെ എന്തൊക്കെ തെറ്റ് ചെയ്താലും അവളെ എല്ലാരും എടുത്ത് തലയിൽ കയറ്റി വെക്കത്തേ ഉള്ളൂ. അവളെ ഇനി മറ്റൊരുത്തന്റെ കൂടെ കിടന്നാലും അങ്ങനെ തന്നെ. എന്നാ ഇത് കേട്ടോണ്ടാണ് ദേവയാനി നിൽക്കുന്നത് അവിടെ. ഇത് കേട്ട പണം തന്നെ ദേവയാനിക്ക് ദേഷ്യം വരുന്നുണ്ട്. ദേവയാനി അങ്ങോട്ടേക്ക് കയറി ചെന്നിട്ട് അനിയുടെ കാരണം നോക്കി ഒന്ന് പൊട്ടിച്ചു കൊടുക്കുക. എന്താണ് നീ പറഞ്ഞത്? അനന്തപുരിയിലെ പെണ്ണുങ്ങൾക്ക് അങ്ങനെ ഒരു ചരിത്രമില്ല.
ആ കൂട്ടത്തിൽ നീ അനാമിക മോളെ പെടുത്തുകയും വേണ്ട. ജാനകി, ഇങ്ങനെ നാവിലെ നെയ്സൽസ് ഇല്ലാതെ ഇവൻ ഓരോന്ന് പറയുന്നത് കേൾക്കുമ്പോൾ നിനക്ക് ഇവന്റെ കാരണം നോക്കി കൊടുക്കാൻ പാടില്ലേ? എന്നാൽ ജാനകി ഒന്നും പറയാതെ നിൽക്കുന്ന കണ്ടിട്ട് ദേവ്യാനി ആകെ കൺഫ്യൂഷനായി നിൽക്കുക കേട്ടോ. ഇനി എന്തായാലും ഇതിന്റെ ബാക്കി കിടിലൻ എപ്പിസോഡ് അടുത്ത എപ്പിസോഡിൽ ഇടുന്നതായിരിക്കും. ഇന്ന് തന്നെ മാക്സിമം അപ്ലോഡ് ചെയ്യട്ടോ. അപ്പോൾ ആ എപ്പിസോഡ് കിട്ടാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യുക. നെക്സ്റ്റ് എപ്പിസോഡ് ഒന്ന് കമന്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ഗായ്സ്.